ഇറാന്റെ സൈനിക ഉപമേധാവി അബ്ബാസ് നിൽഫർഷാൻ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം ബെയ്റൂത്തിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ആക്രമണമാണ് ലെബനനിലാകെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം കഴിഞ്ഞ പല ദിവസങ്ങളായി നടന്ന ഓപ്പറേഷനിലൂടെ ഇസ്രയേൽ വകവരുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ ഇറാന്റെ സൈനിക ഉപമേധാവി കൂടി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തുനിന്നും ആ സ്ഥിരീകരണം വന്നിരിക്കുന്നു. സൗമ്യ ആർ കൃഷ്ണ വിവരങ്ങൾ നൽകും. സൗമ്യ, ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതൊരു ഇറാനും കൂടെ പങ്കുചേരുന്ന യുദ്ധം എന്ന അവസ്ഥയിലേക്ക് പോകുമോ? തീർച്ചയായും അത് കൂടുതൽ രൂക്ഷമാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ഇതിന്റെ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് പലസ്തീനിലേതിന് സമാന്തരമായ ഒരു ആക്രമണം അല്ലെങ്കിൽ ഇസ്രായേൽ അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഇറാൻ കൂടി ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ഇറാൻ ഇടപെട്ടാൽ അതൊരു പക്ഷേ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കും രൂക്ഷമായ പ്രശ്നങ്ങളിലേക്കും നീങ്ങിയേക്കാം എന്നുള്ളതാണ്. അതിന്റെ പ്രശ്നം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഈ ഉപമേധാവി ഇറാൻ സേന IRGCയുടെ ഉപമേധാവി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അക്കാര്യം ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്രായേൽ അത്തരത്തിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴാണ് സ്ഥിരീകരണം വരുന്നത്. ഈ ലെബനനിലെ ഇറാന്റെ ഉപദേഷ്ടാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. 2019 മുതൽ ഈ വിദേശ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളായിരുന്നു നിലൂഫർ ഷാ. ഈ നേതാവ് കൊല്ലപ്പെടുന്നതോടുകൂടി ഇറാന്റെ ഇക്കാര്യത്തിലെ ഒരു ഇടപെടൽ എത്രത്തോളം രൂക്ഷമാകും എന്നാണ് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ചും ഇതുവരെ ഇറാൻ അത്തരത്തിലുള്ള ആഹ്വാനങ്ങളോ പ്രഖ്യാപനങ്ങളോ നടത്തിയിട്ടില്ല. എങ്കിൽ പോലും തുടക്കം മുതൽ തന്നെ ലെബനന് കൃത്യമായ പിന്തുണ, പ്രത്യേകിച്ചും ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ നേതൃത്വത്തിൽ തന്നെ രൂപീകരിച്ച ഒരു രാഷ്ട്രീയ സ്വാധീനം കൂടിയുള്ള ഒരു സംഘടന കൂടി ആയതുകൊണ്ട് തന്നെ ആ തരത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ പിന്തുണ ഇറാന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ നേതാക്കൾ കൂടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതും ഉപമേധാവിയാണ് എന്നോർക്കണം. ഈ ലെബനനിലെ ഓപ്പറേഷനുകളിൽ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരാൾ കൂടിയാണെന്ന് ഓർക്കണം. അങ്ങനെ ഒരു നേതാവ് കൊല്ലപ്പെടുമ്പോൾ അത് കൂടുതൽ രൂക്ഷമായ ഒരു സാഹചര്യം ത്തിലേക്ക് പോകും എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. എന്നാൽ ഇറാൻ ഇതുവരെ ഇക്കാര്യത്തിൽ എങ്ങനെ തിരിച്ചടിക്കുമെന്നോ ഏത് രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കുമെന്നോ ഒരു പ്രഖ്യാപനമോ ആഹ്വാനമോ നടത്തിയിട്ടില്ല. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നടക്കുന്നത് റോക്കറ്റ് ആക്രമണങ്ങളാണ്. എന്നാൽ ഇനി അതൊരു മിസൈൽ ആക്രമണം പോലെയുള്ള കൂടുതൽ രൂക്ഷമായ മാർഗങ്ങളിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിലെങ്ങനെ ഇടപെടും എന്നുള്ളതാണ് കാണേണ്ടിയിരിക്കുന്നത്. ശരി, എന്തായാലും വീണ്ടും സംഘർഷഭരിതമായ ദിവസങ്ങളാണ് വരാനിരിക്കുന്നതെന്നാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ലോകത്തിന് മുഴുവൻ ആശങ്കയുമാണ്. സൗമ്യയാണ് വിവരങ്ങൾ നൽകി.